إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മുത്തഖികളുടെ കൂട്ടത്തിൽ, സ്വർഗസ്ഥരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് പിടിച്ചു വെക്കാതിരിക്കുവാനും അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാതിരിക്കുവാനും അതിന് നന്ദി കാണിക്കുക എന്നുള്ളതാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. സൂറത്ത് ഇബ്രാഹിമിൻ്റെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, വഇദ് തഅദ്ദന റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ഇതാ പ്രഖ്യാപിക്കുന്നു, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വർധനവുണ്ടാക്കി തരും. നമ്മുടെ ആരോഗ്യം നമുക്ക് നൽകിയ അനുഗ്രഹമാണ്. ശാരീരികമായിട്ടുള്ള വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കില്ല. ഈ ആരോഗ്യം, നമ്മുടെ യുവത്വം, അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത്, ഇതൊക്കെ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കുക. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടോ? നമ്മുടെ പരലോകത്തിന് വേണ്ടി അത് ചെലവഴിച്ചിട്ടുണ്ടോ? അതാണ് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ. വെറും ദുനിയാവും ദുനിയാവിൻ്റെ രസങ്ങളും അതിനു വേണ്ടി തൻ്റെ ആരോഗ്യവും സമ്പത്തും തൻ്റെ ആയുസ്സുമെല്ലാം തുലഞ്ഞു കളയുന്ന നിർഭാഗ്യവാന്മാരായ വിഡ്ഢികളായിട്ടുള്ള ആളുകൾ, യാഥാർത്ഥ്യം തിരിച്ചറിയാത്ത സാധുക്കൾ. എന്നാൽ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവർ, അങ്ങനെയാണെങ്കിൽ ലഅസീദന്നകും, നാം നിങ്ങൾക്ക് വർധനവുണ്ടാക്കി തരും. തൻ്റെ സമ്പത്തിൽ, തൻ്റെ ബിസിനസ്സിൽ, തൻ്റെ ആരോഗ്യത്തിൽ, തൻ്റെ സമാധാനത്തിൽ. ലഅസീദന്നകും വലഇൻ കഫർതും, ഇനി നിങ്ങൾ ധിക്കരിക്കാനാണ്, നിഷേധിക്കാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ, നിങ്ങൾ ധിക്കരിക്കുകയാണെങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ അതികഠിനമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വർദ്ധിപ്പിച്ചു തരാൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കേണ്ടതുണ്ട്.
പരലോകത്ത് ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ ഓരോന്നിനും മറുപടി പറയേണ്ടി വരും. ഒരു പ്രയാസവുമില്ലാതെ ജീവിക്കുന്ന ആളുകളും പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ശയ്യാവലംബികളായി റോമിൻ്റെ ചുമരിൻ്റെ 4 മതിൽക്കെട്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ റോമിൻ്റെ 4 മതിൽക്കെട്ടുകൾക്കിടയിൽ കഴിയുന്നവരും ഈ പ്രവിശാലമായ ലോകത്ത് വിചാരിക്കുന്ന പോലെ സഞ്ചരിക്കുന്നവരും ഒരുപോലെയല്ലല്ലോ. എല്ലാത്തിനും മറുപടി പറയേണ്ടി വരും. അതിനുള്ള ആൻസറാണ് ഈ നന്ദി കാണിക്കൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു, ഗ്രാമീണരായ ആളുകൾ, നാട്ടുകാർ അവർ വിശ്വസിക്കുകയും വത്തഖൗ, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ, ബറക്കത്തുകൾ നാം അവർക്ക് ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. വൽ അർള്, ഭൂമിയിൽ നിന്നുമുള്ള. വലാകിൻ കദ്ദബൂ, പക്ഷേ അവർ നിഷേധിച്ചു, കളവാക്കി. ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ, അവർ സമ്പാദിച്ചതിൻ്റെ, അവരുടെ തോന്നിവാസത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ, കളവാക്കലിൻ്റെ പേരിൽ നാം അവരെ പിടികൂടുകയുണ്ടായി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാരുടെ അനുയായികൾക്കെല്ലാം ശിക്ഷ വന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അറിഞ്ഞ ആളുകളാണ്, പഠിച്ച ആളുകളാണ് നമ്മൾ. എന്താണ് അതിന് കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ പഠിപ്പിച്ച പോലെ ജീവിക്കാൻ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. അങ്ങനെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്ന് നമ്മൾ ആ ആയത്തുകൾ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമ്മൾ പേരിനൊരു മാപ്പിളയായി ജീവിച്ചാൽ മതിയോ? ദീനിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ട് എല്ലാ രംഗത്തും, കുടുംബരംഗത്തും, സ്വകാര്യ ജീവിതത്തിലും, മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിലും, സാമ്പത്തിക രംഗത്തുമൊക്കെ പ്രവാചകൻ പറഞ്ഞതിനനുസരിച്ചാണോ ജീവിക്കുന്നത്? ആലോചിക്കേണ്ടതാണ്. അല്ലാഹു തആല പറയുകയുണ്ടായി, കദ്ദബത് ആദുൻ ഫകൈഫ കാന അദാബി വനദുർ. ആദ് സമുദായം, അങ്ങനെ ഓരോരോ സമുദായത്തെയും കുറിച്ച് അല്ലാഹ് എടുത്തു പറഞ്ഞു. അവർ കളവാക്കുകയുണ്ടായി. ഫകൈഫ കാന അദാബി വനദുർ, നമ്മുടെ താക്കീതും നമ്മുടെ അദാബും എങ്ങനെയായിരുന്നു? ഇന്ന അർസൽനാ അലൈഹിം റീഹൻ സർസറൻ ഫീ യൗമിൻ നഹിസിൻ മുസ്തമിർ. ആ ദുശ്ശകുനമുള്ള ദിവസത്തിൽ ശക്തമായ കൊടുങ്കാറ്റ് അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ചു വീശി. ആരാണ് ആദിൻ്റെ സമുദായം? ലോകം കണ്ടതിൽ ഏറ്റവും ഊക്കന്മാരായ ആളുകൾ. തടിമിടുകൾ കൊണ്ട് അവരെ കീഴ്പ്പെടുത്താൻ ആരുമില്ല, ലോകത്ത് അങ്ങനെ ആരും വന്നിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പരീക്ഷിച്ചത്, അവർക്ക് ശിക്ഷയേറിയത് ശക്തമായ കൊടുങ്കാറ്റ് കൊണ്ടാണ്. തൻസിഉൻ നാസ കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻകഇർ. കട പുഴകി വീണ ഈത്തപ്പനത്തടികൾ പോലെ അവർ വീണ് മരിച്ച് നാമാവിശേഷമായി വീണ് കൊടുക്കുന്ന കാഴ്ചയാണ് പിന്നെ ആ നാട്ടിൽ കണ്ടത്. വിശുദ്ധ ഖുർആൻ നമുക്കതിൻ്റെ ചിത്രം വരച്ചു തരികയാണ്. അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾ, ഫകുല്ലൻ അഖദ ബിദംബിഹി, ഓരോരുത്തരെയും അവർ ചെയ്തിട്ടുള്ള തിന്മ കാരണം നാം അവരെ പിടികൂടി. ഫമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട്, മൻ അർസൽന അലൈഹി ഹാസിബ വമിൻഹും മൻ അഖത്തു സൈഹത്തു വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള് വമിൻഹും മൻ അഗ്റഖനാ. ചരൽ വർഷം കിട്ടിയ ആളുകളുണ്ട്, അതേപോലെ തന്നെ ഘോര ശബ്ദം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ച ആളുകളുണ്ട്, ഭൂമിയിൽ ആഴ്ത്തിക്കളഞ്ഞ ആളുകളുണ്ട്, മുക്കിക്കൊന്ന ആളുകളുണ്ട്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അല്ലാഹ് അവരോട് അക്രമം ചെയ്തതല്ല, അവർ അവരോട് തന്നെ അക്രമം ചെയ്തതാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ ഇറങ്ങുന്നു നമ്മൾ കാണും. ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് അമേരിക്കയിൽ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന, ഒരിക്കലും അണക്കാൻ പോയിട്ട് നിയന്ത്രിക്കാൻ പോലും പറ്റാത്ത ഒരു തീയിൻ്റെ വാർത്ത. അത് ശിക്ഷയാണ്, അള്ളാഹുവിൻ്റെ അദാബാണ് എന്ന് പറയാൻ നമ്മൾ ആളല്ല. കാരണം വഹിയുള്ള പ്രവാചകനെ അത് പറയാൻ പറ്റുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ കൊടുക്കാം, ശിക്ഷ കൊടുക്കാം. എന്നാൽ എല്ലാവിധ ശക്തിയും സംവിധാനവുമുള്ളൊരു നാട്ടിൽ, അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിലും അതേപോലെ തന്നെ കാലിഫോർണിയയിലും ഇന്ന് ലോകം നിയന്ത്രിക്കുന്നവർ, ലോക പോലീസ്, എല്ലാവിധ സംവിധാനങ്ങളും എല്ലാവിധ ഭൗതികമായിട്ടുള്ള ടെക്നോളജികളും ഞങ്ങളുടെ കയ്യിലാണ് എന്ന് പറയുന്ന ആളുകൾ, ഇങ്ങനെ ഒരു തീക്കാറ്റുണ്ടാകുമ്പോൾ
10,000-കണക്കിന് ഏക്കറുകളെയാണ് അത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് വീടുകൾ കത്തി, കൊട്ടാര സമാനമായ വീടുകൾ കത്തി നശിച്ചുകൊണ്ടേയിരിക്കുന്നു. വൈദ്യുതിയില്ല, ഭക്ഷണമില്ല. കോടീശ്വരന്മാരായ ലക്ഷ്യപ്രഭുക്കളായ വലിയ വലിയ സിനിമാ മേഖലകളിൽ വിരാജിക്കുന്ന അവിടുത്തെ രാജാക്കന്മാരായ കോടീശ്വരന്മാരായ കൊട്ടാര സമാനമായ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ, ലക്ഷക്കണക്കിന് ഇക്കോലത്തിലുള്ള ആളുകളാണ് ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത്, അഭയാർത്ഥികളായി കഴിയുന്നത്. ലോകത്തെ അഭയാർത്ഥികളാക്കാൻ വേണ്ടി, ലോകത്തെ തങ്ങളുടെ കഴിവുകൊണ്ടും ആയുധം കൊണ്ടും കുതന്ത്രം കൊണ്ടും മൂലക്കിലിരുത്താനും വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, അവരുടെ ആ ആളുകളിൽ ഒരു വിഭാഗം, അതിൽ ഏറ്റവും വമ്പന്മാരായ ആളുകൾ മൂലക്കിലിരിക്കും. അതൊരു ശിക്ഷയാണ് എന്നല്ല നമ്മൾ പറയും. എന്തുമാകാം. ഈ പറയപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ ആളുകൾ ധാരാളം താമസിക്കുന്ന ഇടങ്ങൾ കൂടിയാണ്. അതുകൊണ്ട് ശിക്ഷ വരൂല എന്നും പറയാൻ പറ്റൂല. അക്രമികളായ ആളുകൾ, തോന്നിവാസികളായ അഴിഞ്ഞാട്ടക്കാരായ ആളുകൾ താമസിക്കുന്നിടത്ത് ശിക്ഷ വരും എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കത് പരീക്ഷണവുമാകും. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ ഒരു ഫിത്നയെ, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തെ, ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണം. അത് മുഅ്മിനീങ്ങളെ മാത്രമല്ല പിടികൂടുന്നത്, അല്ല, അത് കാഫിറുകളെ മാത്രമല്ല പിടികൂടുന്നത്, അവിടെയുള്ള മുഅ്മിനീങ്ങളെയും പിടികൂടും. അത് അവർക്കുള്ള പരീക്ഷണവുമാകും. അതുകൊണ്ട് അങ്ങനെയുള്ള അക്രമികൾ, തോന്നിവാസികൾ, അഴിഞ്ഞാട്ടക്കാരികൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാറി ജീവിക്കണം എന്നുകൂടി ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവിടെ ശിക്ഷ ഇറങ്ങാൻ കൂടുതൽ ആക്കമുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ ചില ആളുകൾ പറയുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയതാണ്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം ആകാം, ശിക്ഷയാകാം. എന്തായിരുന്നാലും ഇവിടെ നമുക്കൊരു പാഠമുണ്ട്. മനുഷ്യൻ ദുർബലനാണ് സുഹൃത്തുക്കളെ. എന്ത് ചെയ്യാൻ സാധിക്കുന്നു? താൻ നേടിയിട്ടുള്ള മികവുകൾ, തൻ്റെ അധികാരം, തൻ്റെ സമ്പത്ത്, താൻ പഠിച്ചിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള, താൻ കരസ്ഥമാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ, ഇതെല്ലാം കൊണ്ട് അഹങ്കരിക്കുന്ന മനുഷ്യന്മാർ. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. തീ അണക്കാൻ പോയിട്ട് അതൊന്ന് ശമിപ്പിക്കാൻ പോലും സാധിക്കാത്ത മനുഷ്യന്മാർ ചില്ലറക്കാരാണോ? ഏതെങ്കിലും നിസ്സാരമായ ഒരു സെനഗലോ നൈജീരിയയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടിണിപ്പാവങ്ങളുടെ രാജ്യങ്ങളിലാണോ, സോമാലിയയിലൊക്കെയാണോ ഇത് സംഭവിച്ചത്? ഒന്നുമല്ല. എല്ലാ നിലക്കുമുള്ള ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ. ഒന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരു തരം വരണ്ട കാലാവസ്ഥ കൊടുക്കുന്നു. അതിനു മുമ്പ് നല്ല പച്ചപ്പുള്ള ഒരുപാട് മരങ്ങളും അതേപോലെ തന്നെ അവരുടെ പൂക്കളും കായ്ക്കനികളൊക്കെ ഉള്ളൊരു ഒരു കാലാവസ്ഥ കൊടുത്തു. അതിനുശേഷം ഒരു വരണ്ട കാലാവസ്ഥ വരുന്നു, ശക്തമായ തീക്കാറ്റ് വരുന്നു. ഏക്കറക്കണക്കിന് സ്ഥലങ്ങളാണ് അതിൻ്റെ പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ കോടികളുടെ, ബില്യണറുകളുടെ സമ്പത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ഇത് എന്താണ് പ്രിയമുള്ളവരെ നമ്മളെ പഠിപ്പിക്കേണ്ടത്? എന്താണ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കേണ്ടത്? ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് എന്നുള്ളതിൽ നമുക്ക് ആർക്കും സംശയമില്ല. ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞു നിൽക്കുന്ന റബ്ബ്, ഉപരിയിലുള്ള റബ്ബ്, അർശിന്റെ നാഥനായ റബ്ബ്, ഈ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് എതിര് നിൽക്കാൻ, പലിശ വാങ്ങാൻ, തോന്നിവാസം കാണാൻ, ഹറാമുകൾ ചെയ്യാൻ, ഭാര്യയെ ചതിക്കാൻ, ഭർത്താവിനെ ചതിക്കാൻ, ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തുകളും ചെയ്യാൻ, സാമ്പത്തിക രംഗത്ത് മലിനമായ ജീവിതം നയിക്കാൻ എന്താ നമുക്ക് പേടിയില്ലാത്തത്? ഇതിനേക്കാൾ വലിയ ഊക്കന്മാരായ ആളുകൾ ഫിർഔന്മാരെയും കാറൂന്മാരെയും അതേപോലെ തന്നെ വലിയ വലിയ കൊലകൊമ്പന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാമാവിശേഷമാക്കിയ റബ്ബ് സുബ്ഹാനഹു വ തആലയെ എന്താണ് അവർ ഭയപ്പെടാത്തത്? വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കാൻ മാത്രമേ ഈ ടെക്നോളജികളെല്ലാം കയ്യിലുണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് സാധിക്കുന്നുള്ളൂ. ഒന്നും ചെയ്യാൻ വയ്യ. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക, നശിച്ചിട്ട് പോകട്ടെ എന്ന് വിചാരിക്കുക അല്ലാതെ. ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഖുലിഖൽ ഇൻസാനു ളഈഫ, മനുഷ്യ നീ സൃഷ്ടിക്കപ്പെട്ടത് ദുർബലനായിക്കൊണ്ടാണ്. ഈ വലിയ അണ്ടകടാഹങ്ങൾ, ഈ അണ്ടകടാഹങ്ങളിൽ എത്രയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ചിട്ടുള്ള ഗാലക്സികളും അതേപോലെ തന്നെ നക്ഷത്രങ്ങളും,
ഇതിന് കോടാനുകോടി വലിപ്പമുള്ള വലിയ വലിയ സംവിധാനമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ ഈ പ്രപഞ്ചം എടുത്ത് പരിശോധിക്കുമ്പോൾ അതിലുള്ള ഒരു മണൽ തുള്ളിയുടെ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കഷ്ണമാണ്, പൊട്ടാണ്, അല്ലെങ്കിൽ ഒരു ധൂളിയാണ് നമ്മുടെ ഭൂമി. ഈ ഭൂമിയുടെ 13.5 ലക്ഷം ഭൂമിയെ വെക്കാനുള്ള ഇടമുണ്ടത്രേ നമ്മുടെ സൂര്യനിൽ. ഇതുപോലെ അതിനേക്കാൾ വലിയ സൂര്യന്മാരുണ്ടെന്ന് പറയപ്പെടുന്നു. ശാസ്ത്രം കണ്ടെത്തിയതിനെ കുറിച്ചായി പറയുന്നത്. ഇതെല്ലാം നിയന്ത്രിക്കുന്ന റബ്ബ്. ഈ ഭൂമിയിലുള്ള നിസ്സാരമായ ഒരു ജീവജാലമാണ്, ഇരുകാലി ജീവിയാണ് മനുഷ്യൻ. കോടാനുകോടി ജീവജാലങ്ങളിൽ ഒരുത്തൻ ഞാനും നിങ്ങളും ഓരോരുത്തരും. എന്നിട്ട് നമ്മൾ നേടിയിട്ടുള്ള എന്തിൻ്റെ പേരിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? എന്തിൻ്റെ പേരിലാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു നിമിഷ നേരം കൊണ്ട് കൊട്ടാരത്തിൽ ജീവിച്ച ആളുകളെ ഒന്നുമല്ലാതെയാക്കി അശരണരാക്കി നിർത്താൻ എല്ലാം കഴിയുന്ന മലിക്കുൽ ജബ്ബാറായ നാഥന് കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിലൂടെയും ഇന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രസന്റിലൂടെയൊക്കെ കാണിച്ചു തരാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ പോക്ക് എങ്ങനെയാണ്, ക്രമം എങ്ങനെയാണ്? അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിലാണോ? അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ മനുഷ്യനത് നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. ഖുലുഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവലം യസീറു ഫിൽ അർളി ഫയൻദുറു കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവർ ഭൂമിയിലൂടെ നടക്കുന്നില്ലേ? ഫയൻദുറു, അവർ നോക്കുന്നില്ലേ? കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുൻഗാമികളായ തോന്നിവാസികളായ അക്രമികളായ അഹങ്കാരികളായ ആളുകളുടെ പതനം എങ്ങനെയായിരുന്നു എന്നവർ നോക്കിക്കാണുന്നില്ലേ? വിശുദ്ധ ഖുർആൻ ചരിത്രത്തിൽ എത്രയാണ് പഠിപ്പിച്ചെന്നത്? അവർ ജീവിക്കുന്ന ഇടങ്ങളുടെ ഓരത്തും അതേപോലെ തന്നെ അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിലെ അയൽ പ്രദേശങ്ങളിലും ഇത് സംഭവിച്ചതല്ലേ? അവരിത് കാണുന്നില്ലേ? കാനു അശദ്ദ മിൻഹും ഖുവ്വ, അവരെക്കാൾ ശക്തന്മാരും ഊക്കന്മാരും പ്രബലന്മാരും സാമ്പത്തികമായും ശാരീരികമായും അതേപോലെ തന്നെ അധികാരം കൊണ്ടും കഴിവുള്ളവരായിരുന്നു. കാനു അശദ്ദ മിൻഹും ഖുവ്വ, ഇവരെക്കാൾ വലിയ കൊമ്പന്മാരായിരുന്നു അവർ. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്താണ് അവർക്ക് സംഭവിച്ചത്? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, കാനു അശദ്ദ മിൻഹും ഖുവ്വതൻ വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ഷൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർള് വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു ഫീ ഷൈഇൻ ഫിസ് സമാവാതി വൽ അർള്. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ സഹോദര സഹോദരി, ആകാശങ്ങളിലോ ഭൂമിയിലോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അശക്തനാക്കുന്ന ഒന്നുമില്ല. അള്ളാഹിനെ തോൽപ്പിച്ച് കളയാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ദൈവത്തെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കുന്നു, ദൈവത്തെ തോൽപ്പിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ശാസ്ത്രം, ടെക്നോളജികൾ, ഞങ്ങളുടെ കണ്ടെത്തലുകൾ ദൈവത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ആരായി പറയുന്നത്? ഒന്നുമല്ലാത്ത കണ്ടാൽ അറുപ്പും വെറുപ്പും ഉണ്ടാകുന്ന ഒരു ജലത്തുള്ളിയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. ഈ മനുഷ്യനാ പറയുന്നത് ദൈവത്തെ തോൽപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും കുഫാറുകൾ അങ്ങനെയായിരുന്നു. ചുടലക്കാട്ടിൽ നിന്നും ശ്മശാനങ്ങളിൽ നിന്നും നുരുമ്പെ എല്ലെടുത്തുകൊണ്ട്, മനുഷ്യന്റെ നുരുമ്പെ എല്ല് എടുത്തുകൊണ്ടുവന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് തൻ്റെ ഉള്ളം കയ്യിലിട്ട് പൊടിച്ച് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് ഊതിപ്പറപ്പിച്ച്, മുഹമ്മദ്, ഈ എല്ലിന്റെ ആളുകളെ, ഈ നുരുമ്പിപ്പോയ ആളുകളെ കൊണ്ടുവരുമെന്നാണോ നിന്റെ റബ്ബ് പറയുന്നത് എന്ന് ചോദിച്ച ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഖുൽ, നബിയെ പറയുക, യുഹീഹ, അതിനെ കൊണ്ടുവരും, അതിനെ ജീവിപ്പിക്കും. ആര് കൊണ്ടുവരും? ഇതിനെ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും സൃഷ്ടിച്ച റബ്ബ്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറ, മനുഷ്യന് പറയാൻ പറ്റാത്ത, പ്രസ്താവ്യ യോഗ്യമല്ലാത്ത കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് അഡ്രസ്സുണ്ട്. ഒരു വാപ്പാന്റെ, ഒരു ഉമ്മയുടെ മകനാണ്, ഒരു നാട്ടുകാരനാണ്,
ഇന്ന നാട്ടുകാരനാണ്, ഇന്ന ആളുടെ വാപ്പയാണ്, ഇന്ന ആളുടെ മോനാണ് എന്നൊക്കെ അഡ്രസ്സുണ്ട്. പക്ഷേ അഡ്രസ്സില്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഒന്നുമല്ലാത്തതിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചു. 100 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? 1000 കൊല്ലം മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? ഒന്നുമല്ലാത്ത കാലഘട്ടം, ഒന്നുമില്ലാത്തതിൽ നിന്നും സൃഷ്ടിച്ച മലിക്കുൽ ജബ്ബാറായ നാഥൻ ഇന്ന് ആ പൊടികളെങ്കിലുമുണ്ട്. ചുടലക്കാടുകളിൽ നിന്നും, ശ്മശാനങ്ങളിൽ നിന്നും, സെമിത്തേരികളിൽ നിന്നും, ഖബറിടങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സസ്യം മുളപ്പിക്കുന്ന പോലെ മുളപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ റബ്ബിന്റെ ശക്തിയിൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല, അല്ലെങ്കിൽ നിഷേധിക്കേണ്ട ആവശ്യമില്ല. ഇന്നഹു കാന അലീമൻ ഖദീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് ആകാശഭൂമികളിൽ അള്ളാഹിനെ നിസാരമാക്കുന്ന ഒന്നുമില്ല, അള്ളാഹിനെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. മനുഷ്യ നീ എത്ര ഊക്കനാണെങ്കിലും മനസ്സിലാക്കിക്കോ, ഖുലിഖൽ ഇൻസാനു ളഈഫ. മനുഷ്യൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്, ദുർബലനായിട്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ അറിയണം. ഈ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ ഉപമ വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വരച്ചു കാണിക്കുന്നുണ്ട്. അഥവാ ഈ ദുനിയാവിൻ്റെ ഈ ഇഹലോക ജീവിതത്തിൻ്റെ ഉപമ എന്താണ്? ഇന്നമാ മസലുൽ ഹയാത്തി ദുനിയ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ. ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മുടെ മനുഷ്യൻ്റെ ഉപമ എങ്ങനെയാണ്? കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ. ആകാശത്തിൽ നിന്ന് മഴ പെയ്തു, എന്നിട്ടോ ചത്തുളങ്ങിയ ഭൂമിയായിരുന്നു, വരണ്ട ഭൂമിയായിരുന്നു. പക്ഷെ മഴ കിട്ടിയപ്പോൾ ഫഖ്തലത ബിഹി നബാതുൽ അർള്. ഈ ഭൂമിയിലെ സസ്യങ്ങളൊക്കെ ഇടതൂർന്ന് സുന്ദരമായി കുട്ടപ്പന്മാരായി വളരാൻ തുടങ്ങി. ആര്? സസ്യലതാദികളെല്ലാം. മിമ്മ യഅകുലുൻ നാസു വൽ അൻആം. അവരുടെ കാലികളും മനുഷ്യന്മാരും കാലികളൊക്കെ തിന്നുന്ന നല്ല പച്ചപ്പുള്ള ഒരവസ്ഥയിലേക്ക് വന്നു. ഹത്താ ഇദാ അഖദത്തിൽ അർളു സുഖ്റഫഹാ വസയ്യനത്. ഭൂമി അതിൻ്റെ അലങ്കാരം സ്വീകരിച്ചു. എങ്ങും പച്ചപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. വസയ്യനത്, അത് നല്ല ഭംഗിയുള്ളതായി. വലന്ന അൻ അഹ്ലുഹാ അന്നഹും ഖാദിറൂന അലൈഹാ. അപ്പോൾ ആ കർഷകന്മാർ, ആ ഭൂമി ഉടമക്കാർ വിചാരിച്ചു, ഇതന്നെയാണ് ഞമ്മക്ക് ഞെല്ലാം കഴിയും, നമ്മളെ തോൽപ്പിക്കാൻ കഴിയൂല, ഇതിലൂടെ എൻ്റെ സമ്പത്ത് വളരില്ലേ, ഇതിമേൽ ഞങ്ങളുടെ അടിച്ച് കയറും, ഇനി ഒന്നും നോക്കേണ്ടതില്ല, ആർക്കും കീഴ്പ്പെടേണ്ടതില്ല, വഴിപ്പെട്ട് ജീവിക്കേണ്ടതില്ല എന്നൊക്കെ കിബിറിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് അതാഹ അംറുനാ ലൈലൻ ഔ നഹാറാ. നമ്മുടെ തീരുമാനം, ശിക്ഷയുടെ തീരുമാനം, പരീക്ഷണത്തിന്റെ തീരുമാനം രാവിലോ പകലിലോ പിടികൂടുന്നു. എന്നിട്ട് അതെല്ലാം നാമാവിശേഷമാക്കി കളയുന്നു. ഫജഅൽനാഹാ ഹസീദൻ കഅല്ലം തഗ്ന ബിൽ അംസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അല്ലാഹു എത്രത്തോളം ഇന്നലെ അങ്ങനെ ഒന്നും ഇല്ലാത്ത പോലെ. നാളെ ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഇറങ്ങിയതിന് ശേഷം ഒരാൾ പോയി നോക്കുകയാണ്. അപ്പോൾ പറയപ്പെട്ടു, ഇവിടെ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് കൊട്ടാരം, ഇവിടെ കൊട്ടാരോ, അതിൻ്റെ അവശിഷ്ടം പോലും കാണുന്നില്ലല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മാറ്റുന്നു. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാൻ, മനസ്സിലാക്കാൻ, പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു എന്ന് സൂറത്ത് യൂനുസിന്റെ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ പഠിക്കേണ്ട പാഠം, നമ്മൾ അല്ലാഹുക്ക് വഴിപ്പെട്ട് തസ്കിയത്തുള്ളവരായി നമ്മൾ ജീവിക്കുന്നുണ്ടോ? നമുക്ക് കിട്ടിയ എന്തെങ്കിലും നമ്മൾ അഹങ്കരിക്കുന്നുണ്ടോ? പടച്ചോനെ മറന്ന് ജീവിക്കുന്നുണ്ടോ? അള്ളാഹു പറഞ്ഞിട്ടുള്ള ബാധ്യതകൾ നിറവേറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ റബ്ബിൻ്റെ അടുക്കലേക്കാണ് നമുക്ക് തിരിച്ചു പോകാനുള്ളത് എന്ന പാഠങ്ങളെല്ലാം നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീകളുടെ കൂട്ടത്തിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറ. ഒരിക്കൽ കൂടി റബ്ബിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിക്കണം എന്ന് എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളും പീഡനങ്ങളും ശിക്ഷകളും
ഇല്ലാതിരിക്കാൻ റബ്ബ് പഠിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദിയുള്ളവരായി ജീവിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് അള്ളാഹു ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, ശിക്ഷകൾ അള്ളാഹു ഇറക്കുന്നത്? അള്ളാഹു മനുഷ്യന്മാരോടുള്ള കരുണയാണ് അതിലൂടെ കാണിക്കുന്നത്. ഒരു ശിക്ഷയും കൊടുക്കാതെ ദുനിയാവിൽ അങ്ങേയറ്റം അവർ ആസ്വദിച്ചു, അങ്ങനെ അവർ മരിച്ചു പോവുകയാണെങ്കിൽ പരലോകത്ത് അവർ, യഥാർത്ഥ ലോകത്ത് അവർ കുടുങ്ങും, അവർ പ്രയാസം അനുഭവിക്കേണ്ടി വരും. പക്ഷേ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ കാണിച്ചു കൊടുക്കണം. ചില ആളുകൾക്ക് അത് അനുഭവിക്കും, നമുക്ക് അനുഭവിക്കാതെ കാണിച്ചു തരാണ്. എന്തിനാണ്? ലഹറുൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങൾ അവരുടെ കൈകൾ കൊണ്ട് ചെയ്തു വെച്ച തോന്നിവാസത്തിൻ്റെ, ഹറാമിൻ്റെ, അവർ ചെയ്ത നികൃഷ്ട ജീവിതത്തിൻ്റെ കാരണമായിക്കൊണ്ട് ഭൂമിയിൽ, കരയിലും കടലിലും കുഴപ്പങ്ങൾ വെളിവായിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവർ ചെയ്തതിൻ്റെ തിക്തഫലങ്ങൾ, പരിണിത ഫലങ്ങൾ, റിസൾട്ടുകൾ കുറച്ചൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടി, ലഅല്ലഹും യർജിഊൻ, അവർ ചിന്തിച്ച് മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. അള്ളാഹിനെ മനസ്സിലാക്കി അള്ളാഹിലേക്ക് അടുത്ത് പിന്നെ നല്ല നിലയ്ക്ക് ജീവിച്ച് പരലോകം കിട്ടുന്ന അവസ്ഥ ഉണ്ടായേക്കാം. ഇപ്പം നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്, ഒരു യൂ ടേൺ എടുക്കാൻ വേണ്ടി, ഇപ്പം പോകുന്ന പോക്കിൽ നിന്നും യൂ ടേൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ ഇറങ്ങുന്നത്. അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മൻ അസല്ലാഹ ഫിൽ അർദി ഫഖദ് അഫ്സദ ഫിൽ അർദ്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച് നടക്കുന്നവരുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ആ ഭൂമി, ആ നാട് അത് ഫസാദിലാകും. ലിഅന്ന സലാഹൽ അർദി വസ്സമാഇ ബിത്താഅ, ആകാശത്തും ഭൂമിയിലും കുഴപ്പമില്ലാതെ നല്ല നിലക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമതായി ചെയ്യേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് കുഴപ്പമില്ലാതിരിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വിശുദ്ധ ഖുർആൻ നമുക്ക് ഓതി തന്നു. ഒന്നെന്താണ്? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്നൊരു സമൂഹത്തിൽ അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങൂല. നബി ജീവിച്ചിരിക്കുന്നൊരു സമൂഹത്തിൽ അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങൂല. അപ്പോൾ അതേതായാലും നമുക്ക് പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിട്ടുണ്ട്. രണ്ടാമത് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാർ തെറ്റ് ചെയ്യുന്നു, പക്ഷെ ആ തെറ്റിൽ നിന്നും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആളുകളാണെങ്കിലും ശിക്ഷ ഇറങ്ങുന്നതല്ല. വിശുദ്ധ ഖുർആൻ പറയുകയാണ് സൂറത്ത് അൻഫാലിലെ 33-ാമത്തെ ആയത്തിൽ, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, റസൂലേ താങ്കൾ ഉണ്ടായിരിക്കെ അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല. അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. താങ്കളുടെ സമൂഹത്തിലുണ്ട്, താങ്കൾ നിങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കെ അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങൂല. അതേതായാലും ഇനി ഉണ്ടാവില്ലല്ലോ. രണ്ടാമതെന്താണ്? വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന സമൂഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുന്ന പ്രശ്നമില്ല. അപ്പം തെറ്റ് മനുഷ്യന് വരും, ആദമിൻ്റെ മക്കളാണ്, തെറ്റ് വരും. പക്ഷെ എന്ത് ചെയ്യണം? യൂ ടേൺ എടുക്കണം എന്നർത്ഥം. പോകുന്ന പോക്ക് റൂട്ട് ശരിയല്ല എന്ന് മനസ്സിലാക്കിയാൽ എന്ത് ചെയ്യും? അടുത്ത യൂ ടേൺ എടുക്കാനുള്ള സ്ഥലം എവിടെയെന്ന് നോക്കും. ഇങ്ങനെ ഉണ്ട് പോട്ടെ എന്ന് ആരും ചിന്തിക്കലില്ലല്ലോ. നമ്മൾ വണ്ടിയിട്ട് പോണ സമയത്ത് 1 കിലോമീറ്റർ തെറ്റി ഓടിക്കണമെന്ന് മനസ്സിലായി, ഇനിയിപ്പോൾ ഏതായാലും തെറ്റിയെടുക്കുന്ന ഈ പോക്കാണ്ട് പോട്ടെ, ഏതായാലും തോന്നിയ സൈറ്റ് പോവുകയാണ്, എന്നാൽ ഇങ്ങനെ ഞാൻ അങ്ങനെയാണ്ട് പോട്ടെ. ചില ആൾക്കാരങ്ങനെ ഇനിയിപ്പോൾ ഇങ്ങനെയാണ്ട് പോട്ടെ. അങ്ങനെ ഉണ്ട് ഒരു മനുഷ്യന്മാർ. കാർ ഓടിക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ അങ്ങനെ മനസ്സിലുണ്ടോ? ഡെസ്റ്റിനേഷൻ തെറ്റായിട്ട് നമ്മൾ പോകണം, നമ്മൾ റൂട്ട് തെറ്റായിട്ടാണ് പോകണമെന്ന് ഇങ്ങനെ മനസ്സിലാക്കി തന്നു. ഇങ്ങനെ ഗൂഗിളിലുള്ള ആ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട്, തെറ്റാണ്, യൂ ടേൺ എടുക്കണം, യൂ ടേൺ, ഇനിയിപ്പോൾ ഇങ്ങനെയാണ്ട് പോട്ടെ. ഇങ്ങനെ ചിന്തിക്കലുണ്ടോ? ഇല്ലല്ലോ. എന്ത് ചിന്തിക്കാത്ത? എത്ര ദൂരം പോയോ അത്ര ദൂരം തിരിച്ചു വരേണ്ടി വരും. അപ്പം എവിടെയാണ് യൂ ടേൺ ഉള്ളത് അവിടെ തിരിക്കും. എന്ത് ജീവിതം തിരിക്കാത്തു ഈ പറയുന്ന ഞാനും നമ്മളൊക്കെ? നമ്മളെല്ലാ രംഗത്തും ഓക്കെയാണ്, പക്ഷേ നമ്മുടെ സാമ്പത്തിക രംഗം ഓക്കെ അല്ല. നമുക്കറിയാം, നമ്മളെ ബിസിനസ്സിൽ പലിശയുണ്ട്, കൊള്ളലാഭമുണ്ട്, ഹറാമായ സമ്പത്തുണ്ട്. ആ രീതിയിലാണ് പിന്നെ പലിശ ഉള്ള ജീവിതമാണ് നമ്മൾ നയിക്കുന്നത്. ബാക്കിയൊക്കെ ക്ലിയർ ആണ്, 5 വക്ത് നിസ്കരിക്കേണ്ടി. ഇതിപ്പോൾ അങ്ങനെയാണ് പോട്ടെ. എന്താ അങ്ങനെ പോട്ടെ? അള്ളാഹ് വിടുവോ? ഹറാമ് തിന്ന് മക്കളെ തീറ്റിച്ച്, മാതാപിതാക്കളെ തീറ്റിച്ച് അള്ളാഹ് പ്രാർത്ഥന പോലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. സാമ്പത്തിക രംഗം ക്ലിയറാണ്, നിസ്കാരമൊക്കെ ഉള്ള. പക്ഷേ ലൈംഗിക രംഗത്ത് മോശമാണ്. ഭാര്യനെ ചതിക്കുന്നവർ, ഭർത്താവിനെ ചതിക്കുന്നവർ, അതിഞ്ഞിപ്പോൾ എനിക്ക് മാറ്റാൻ കഴിയില്ല. അതങ്ങനെയാണ് പോട്ടെ. അങ്ങനെയാണ് പോകല്? അള്ളാഹ് വെറുതെ വിടുവോ?
ഹറാമ് കാണുക, ഹറാമ് ആസ്വദിക്കുക. ആരും കാണുന്നില്ലല്ലോ എന്ന വിചാരം. ആരും കാണുന്നില്ലേ? അപ്പൊ സഹോദരന്മാരെ, നമ്മൾ ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ യൂട്ടേൺ എടുക്കും. അതിനു വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല അല്ലഹും യർജിഊൻ, അവർ തിരിച്ചു മടങ്ങി. ബുദ്ധിയുള്ള ആൾക്കാരാണ് തിരിക്കും. അപ്പോൾ കണ്ടു പോകട്ടെ എന്ന് വിചാരിക്കൂല. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഇസ്തിഗ്ഫാർ നടത്തി തിരിച്ചു വരുന്ന ആളുകളാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ ഇറങ്ങൂല. അലി റളിയല്ലാഹു അൻഹു പറയാണ്, കാന ഫിൽ അർളി അമാനാനി മിൻ അദാബില്ലാ, അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങാതിരിക്കാനുള്ള രണ്ട് കാരണങ്ങളുണ്ട്. റുഫിയ അഹദുഹുമാ ഫദൂനകുമുൽ ആഖർ, ഒന്ന് അല്ലാഹ് എടുത്തു കളഞ്ഞു, രണ്ടാമത്തെ നമ്മുടെ കയ്യിലുണ്ട്. ഫതമസ്സകൂ ബിഹി, അതുകൊണ്ട് രണ്ടാമത്തിമേ പിടിച്ചോളി. അമ്മൽ മർഫൂ, എടുത്തു കളഞ്ഞത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അല്ലാഹ് എടുത്തത്. റസൂലുള്ള ലോകത്തെ, സമൂഹത്തെ, വിഭാഗത്തെ ശിക്ഷിക്കൂല, ഓൽക്ക് ശിക്ഷ ഇറങ്ങൂല എന്നാണ്. അത് അല്ലാഹ് എടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ഓഫർ ഇല്ല. രണ്ടാമത്തെ ഓഫർ, അമ്മൽ ബാക്കി മിൻഹുമാ ഫൽ ഇസ്തിഗ്ഫാർ, രണ്ടാമത് നിങ്ങളെ കയ്യിലുണ്ട്, ഇസ്തിഗ്ഫാർ നടത്തിക്കോളി. അള്ളാഹിനോട് ഖേദിച്ച് മടങ്ങാൻ, പൊറുക്കലിനെ തേടാൻ നമുക്ക് ആത്മാർത്ഥമായി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു മനസ്സറിയാത്തൊരു അസ്തഗ്ഫിറുല്ലാഹിൻ്റെ കാര്യമല്ല ഇപ്പോൾ ഈ പറഞ്ഞത്. മനസ്സറിഞ്ഞ് പടച്ച റബ്ബിനോട് ചെയ്ത തെറ്റുകൾ എടുത്തു പറയുകയും തെറ്റുകളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്യുന്ന അവനാണ് മുഅ്മിനായ മനുഷ്യൻ, പാഠം ഉൾക്കൊന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്നാണ് ഈ ഹദീസുകളും ആയത്തുകളൊക്കെ നമുക്ക് ഓതിത്തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ, മുത്തഖീകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ പടച്ച റബ്ബേ ഞങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിൻ്റെ മഹിളായ ഫضل കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാണ് റഹ്മാനെ. എല്ലാവിധ ലോകത്ത് മുഅ്മിനീങ്ങളായ ആളുകൾ, മുസ്ലിമീങ്ങളായ ആളുകൾ, പാവപ്പെട്ടവരായ ആളുകൾ അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ നീ ഇല്ലാതാക്കി കൊടുക്കണമേ റഹ്മാനെ. പ്രയാസപ്പെട്ട ആളുകൾക്ക് നല്ല ജീവിതം നീ തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. ഗസയുടെ തിരുവോരങ്ങളിൽ ഒരുപാട് പിഞ്ചോമന പൈതലുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഈ സമയത്തും പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, അവരുടെ ഷഹീദുമാർക്ക്, അവരുടെ മരണപ്പെട്ട ആളുകൾക്ക് ഷഹീദിൻ്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവർക്ക് നല്ലൊരു ജീവിതം നീ കൊടുക്കണമേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് സമാധാനം കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കണമേ റഹ്മാനായ റബ്ബേ. ഞങ്ങളെ അല്ലാഹുവേ, ഞങ്ങളെ സ്വർഗം കൊണ്ട് അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم اجرنا من النار وادخلنا الفردوس يا رب العالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه وسلم تسليما كثيرا والحمد لله رب العالمين.